മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നല്ല നിക്ഷേപകർക്ക് നല്ല നേട്ടം തരാൻ സാധ്യതയുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ സ്റ്റോക്കുകൾ. അപ്പൊ ഈ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്നാൽ എന്ത്, അതിന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോ നമുക്ക് ഒരു സ്റ്റോക്കിന് നോക്കണം, അപ്പൊ ഈ സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ലാഭം നമുക്ക് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 4 സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് കൂടി നിങ്ങൾ ചെക്ക് ചെയ്തുകൊള്ളുക. കാരണം ഞാൻ സെമി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ഫ്രീ ക്യാഷ് ഫ്ലോ, അതായത് FCF എന്ന് പറയുന്നത് ലൈഫ് ലൈൻ ഓഫ് എ ബിസിനസ് എന്ന് പറയും. അതായത് ഒരു കമ്പനി ലാഭം ഉണ്ടാക്കിയാലും അവർക്ക് ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്നാണ് FCF ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ FCF എന്ന് വെച്ചാൽ ഒരു കമ്പനി അവരുടെ ബിസിനസ് വഴി ഉണ്ടാക്കുന്ന പണം, അതായത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ, അതിനു വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ക്യാഷ് ഫ്ലോ. അതായത് ബാക്കി ഈ ഓപ്പറേഷന് വേണ്ടിയും ദൈനംദിന ചിലവുകൾ കഴിഞ്ഞിട്ട് എത്ര പണമാണ് ബാക്കിയുള്ളത്, അതാണ് നമ്മുടെ ഈ FCF കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നമ്മുടെ വീട്ടിലത്തെ കാര്യം പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഡെയിലി നമുക്ക് മന്ത്ലി ഒരു സാലറി വരുന്നുണ്ട്. ആ മന്ത്ലി സാലറിയിൽ നമ്മൾ കുറച്ച് പണം നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമല്ലോ, എത്ര പണം നമ്മൾ ചെലവാക്കും, എത്ര പണം സേവ് ചെയ്യും. അപ്പൊ വരവിൽ കൂടുതൽ നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നമ്മൾ കടം മേടിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഒരു കമ്പനി ഇപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ചിലവ് മാത്രമാണ്, വരെ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ് ഉള്ളത്. അപ്പൊ അവര് കൂടുതൽ ഡെപ്റ്റ് വാങ്ങുന്നു. അപ്പൊ ഈ കമ്പനി ഇനി തുടർന്ന് നഷ്ടത്തിൽ പോകുന്നു. അതോ ഇവര് കടം മേടിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പ്രോജക്റ്റ് ഇനി വരും വർഷങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു FCF വെച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ തുടർന്ന് ഈ FCF നെഗറ്റീവ് ആയ കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് അവർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒന്നുകിൽ ഡെപ്റ്റ് കൂടുതലായിട്ട് വാങ്ങും. അപ്പൊ അതെല്ലാം തന്നെ, അല്ലെങ്കിൽ പുതിയ ഷെയർസ് വെളിയിടും. അപ്പൊ അങ്ങനെയുള്ള പുതിയ ഷെയർസ് വരുമ്പോഴത്തേക്കുള്ള കാര്യം ഈ പഴയ ഷെയർ ഹോൾഡേഴ്സിനെ അത് ബാധിക്കും. അതാണ് ഇക്വിറ്റി ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനി 10 വർഷത്തില് അവരുടെ ഈ ഫ്രീ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുക. അതായത് FCF നെഗറ്റീവ് ആണോ, നല്ല റിട്ടേൺസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ. 10 years പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം 10 വർഷമായിട്ട് ഇവര് നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്, ഇവർക്ക് പൈസ ബാക്കി വരുന്നുണ്ട്, ഇവർ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് നല്ല പ്രോജക്റ്റും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വേണം നമ്മൾ നോക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് മൈനസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപെക്സ് നമ്മൾ പറയുന്നതാണ് ഈ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപെക്സ് കോമൺ വച്ചിരിക്കുന്ന കമ്പനികളും ഉണ്ട്, പക്ഷെ അവരുടെ മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് വേണ്ടി അവര് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ഉയർന്ന ക്യാഷ് ഫ്ലോ ഉള്ള 4 നല്ല വോളിയം, അതായത് വിദേശ വിപണികളും ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ബിസിനസ് വിപണിയും നല്ല ഉയരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു FCF ഉയരുന്നത് ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ നിന്ന് കൂടുതലായിട്ട് അവർക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇതിന്റെ സൂചകം. അപ്പൊ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർന്ന ക്യാഷ് ഫ്ലോ, പിന്നെ കമ്പനിക്ക് മികച്ച ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റി നൽകുന്നുണ്ട്, അതുപോലെ കടബാധ്യതകൾ കുറഞ്ഞുള്ള ഒരു കമ്പനി ആയിരിക്കണം, പിന്നെ ബിസിനസ് വികസിപ്പിക്കാനായിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ ഇവരെ തേടി വരുന്നുണ്ട്, ലാഭവിഹിതം കൊടുക്കുന്നുണ്ട്, ഷെയർ ബൈബാക്ക് നടത്തുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു FCF വളരെയധികം സഹായിക്കുന്നത്. ഈ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു മികച്ച ഘടനയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ദീർഘകാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഷെയർ ഹോൾഡർ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് FCF. എന്നാൽ മാത്രമേ
തുടർന്ന് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു അതിൽ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പൊ 495 ട്രേഡ് ചെയ്യുമ്പോൾ 495 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. 525 530 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ഓട്ടോറിക്ഷ മാനുഫാക്ചറിംഗിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. 1986 മുതലുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ പ്രൈസ് 491 പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവ് തന്നെയാണ്. പക്ഷെ ഇവര് ഡിവിഡന്റ് കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഈ സ്റ്റോക്കിന്റെ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഗ്രോത്ത്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും 2.82 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 6.78 നെഗറ്റീവ് ആയിട്ടാണ്. പക്ഷെ ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ആ ഒരു സെഗ്മെന്റിൽ ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. എന്നാൽ ഇവര് ഒരു നല്ല ഗ്രോയിങ് സ്റ്റോക്കാണ്. സെയിൽസ് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ FY25 FCF എന്ന് പറയുന്നത് 9 കോടിയാണ്. അതുപോലെ FY26 FCF എന്ന് പറയുന്നത് 37 കോടിയാണ്. അപ്പൊ അങ്ങനെ 311% വർധന വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് റിസർവ്സ് ഒക്കെ ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ടിക്കർ ടേബിൾ ഇവരുടെ ബാക്കി ഡീറ്റെയിൽസും കൂടി നോക്കാം. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഘടന തന്നെയാണ്. അപ്പൊ ഈ ഒരു 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് 8%, 5 ഇയേഴ്സ് 148 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡിവിഡന്റ് 2019 വരെ ഒരു ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ട്. അതും 2 ടൈംസ് ഒക്കെയാണ് ഇവര് ഡിവിഡന്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പ്ലിറ്റും ഇവര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്ന ഇന്ത്യയില് 3 വീലർ കൊണ്ട് വരുന്ന ഒരു 3 വീലർ സെഗ്മെന്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. പാസഞ്ചർ കാർഗോ ട്രാൻസ്പോർട്ടുകള് ഇതിലൊക്കെ ഇവർക്ക് സെഗ്മെന്റ് ബിസിനസ് സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ഈ ഒരു അതിൽ ഓട്ടോ. ഇനി സെക്കൻഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഷാഫ്ലർ ഇന്ത്യ. ഷാഫ്ലർ ഇന്ത്യ 4085 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് എൻജിൻ സിസ്റ്റംസ് മെഷീൻ ബിൽഡിംഗ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ P51.1 ROCE കൊള്ളാം 27.9 20.8 ഉണ്ട്. ചെറിയ രീതിയിൽ ഡിവിഡന്റ് കൊടുക്കുന്നുണ്ട് 0.86%. മാർക്കറ്റ് ക്യാപ് 63,850 crores. ഫേസ് വാല്യൂ 2. സോ ഇവരുടെ പോസിറ്റീവ് സൈഡ് പറയുന്ന ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ഡിവിഡന്റ് ഉള്ള ഒരു കമ്പനിയാണ്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ബുക്കിനേക്കാളും 10.4 ടൈംസ്. ഓട്ടോമൊബൈൽ ഓട്ടോ കമ്പോണൻസിൽ തന്നെ 5th പ്ലേസിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റോക്കിന്റെ FY25 144 crores ആണ്. FY26ന്റെ FCF 888 crores. അങ്ങനെ YoY വർധന എന്ന് പറയുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി നല്ല ഒരു എവറി ഇയർ ഈ 2 ഇയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ 517% ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇവരുടെ റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റും ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നോക്കിയാലും അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാലും ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രോയിങ് സ്റ്റോക്കാണ്. അപ്പൊ ഇവരുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഷാഫ്ലർ ഇന്ത്യയുടെ 1 ഇയറിലുള്ള റിട്ടേൺസ് എന്ന് പറയുമ്പോൾ 3.28% ഇടിഞ്ഞാലും 5 ഇയേഴ്സിൽ 278% വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവര് ഡിവിഡന്റ് ഈൽഡിംഗ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡിവിഡന്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഏപ്രിൽ 23 ഇവർ എവറി ഇയർ ഡിവിഡന്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അത് 35 റുപ്പീസ് ഒക്കെ നല്ല ഡിവിഡന്റ് തരുന്ന ഒരു കമ്പനി തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇവര് സ്പ്ലിറ്റ് 2022 നടത്തിയിട്ടുണ്ട്. സോ ഇത് ഒരു നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്.
ഇനി തേർഡ് സ്റ്റോക്കിലേക്ക് നോക്കാം. തേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹീറോ മോട്ടോർസ്. 4,949 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യസ് ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ആണ്. 1984 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് വെച്ചുമ്പോൾ പി നല്ല കുറവാണ്, നല്ല അഫോർഡബിൾ ആണ്. അതുപോലെ ROC ROE ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡിംഗ് 3.74% ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട്. മാർക്കറ്റ് ക്യാപ് 99,028 crores വരുന്നുണ്ട്. ഇതൊരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഇവർക്ക് എപ്പോഴും ഓട്ടോമൊബൈൽ ഓട്ടോ കമ്പോണൻസ് ഒക്കെ എപ്പോഴും ഡിമാൻഡ് തന്നെയാണ്. ഡെപ്റ്റർ ഡേയ്സും നല്ല ഇംപ്രൂവ് ആയിട്ടുണ്ട്. 24 ഡേയ്സ് നിന്ന് 18 ഡേയ്സ് ആയിട്ടുണ്ട്. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 5 years ആയിട്ട് കുറച്ചൊന്നും സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് എന്നാലും ഓട്ടോമൊബൈൽ ഓട്ടോ കമ്പോണൻസിൽ ഫോർത്ത് ലീഡിംഗിൽ നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കാണ്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ്സ് ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് കാര്യം. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാൽ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ FY25 FCF ഡേറ്റ നോക്കിയാൽ 3,463 crores ആണ്. FY26 7,227 crores ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടൽ YOY വർധന വരുന്നത് 109% ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പൊ അത് ഒരു പോസിറ്റീവ് ആണ്. സോ ഈ സ്റ്റോക്ക് നല്ല ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഹീറോ മോട്ടോ കോർപ്പിന്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം. 1 ഇയറിലെ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് 48%, 5 ഇയേഴ്സിൽ 70% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ ഫിനാൻഷ്യൽ വൈസ് ഈ ഒരു സ്റ്റോക്ക് ഗ്രോയിങ് തന്നെയാണ്. അതുപോലെ ഇവന്റ് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഡിവിഡൻഡ് ഈൽഡിംഗ് ഇനി ജൂലൈ 24 75 രൂപയുടെ ഫൈനൽ ഡിവിഡൻഡ് കൂടി തരുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. പിന്നെ എവറി ഇയർ ഡിവിഡൻഡ് തരുന്നുണ്ട്. ഈ വർഷം തന്നെ 2 times ഫെബ്രുവരി 11 110 രൂപയുടെ നല്ലൊരു ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ വീണ്ടും ഡിവിഡൻഡ് കൊടുക്കുന്നു. ഇപ്പൊ നോക്കിക്കൊള്ളുക, നല്ല ഡിവിഡൻഡ് തരുന്ന നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഇതിലൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കമ്പനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് ലോങ് ടേമിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലാർസൻ ആൻഡ് ടൂബ്രോ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പലരും കമന്റിൽ ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് 3,946 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പൊ ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക്. കാരണം പല സെക്ടേഴ്സിൽ ഇവർ ചെയ്യുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഹൈഡ്രോ കാർബൺ, പവർ ആൻഡ് പ്രോസസ്, ഡിഫൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഫിനാൻഷ്യൽ സർവീസസ്, അങ്ങനെ പല ബിസിനസ് സെഗ്മെന്റ് ഉള്ളത് തന്നെ ഇവരുടെ മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രൈസ് വെച്ചപ്പോൾ പി നല്ല അഫോർഡബിൾ 33.1. ഡിവിഡൻഡ് ഈൽഡിങ്ങും ചെറിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ROE കുഴപ്പമില്ല. ഈ സ്റ്റോക്കിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ബുക്കുകളിനെക്കാളും 4.97 times ട്രേഡ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ സെഗ്മെന്റിൽ ലീഡിംഗ് ആണ്. അതാണ് നമുക്ക് വേണ്ടത്. കൺസ്ട്രക്ഷനിലെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്ക് ഇങ്ങനെയാണ്. പിന്നെ ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. റിസൾട്ട്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അതും FI ഹോൾഡിങ്സും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം. ലാർസൻ ആൻഡ് ടൂബ്രോയുടെ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് 10%, 5 ഇയേഴ്സിൽ 162 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. നല്ല ഒരു ഫിനാൻഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇവന്റ് വൈസ് നമുക്ക് നോക്കാം. അതായത് ഇവരുടെ ഡിവിഡൻഡ് ഈൽഡിംഗ് ലാസ്റ്റ് 5 years ആയിട്ട് ഇവരുടെ ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് 38 രൂപ, 28 രൂപ, 34, അങ്ങനെ നല്ല നല്ല രീതിയിൽ ഇവര് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ബൈബാക്ക് ഒക്കെ 2023 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 4 സ്റ്റോക്കിലാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ആ ഒരു രീതിയിൽ നല്ല ഒരു പുരോഗമനം ലോങ് ടേമിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ, അതായത് കയ്യിൽ കുമിഞ്ഞു കൂടുന്ന പണം എന്ന് കടമില്ലാത്ത നമുക്കൊരു വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല 4 സ്റ്റോക്കുകളാണ്
അപ്പൊ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷാന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ഫുഡ് ഓയിൽ, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് മറ്റു 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്, റെക്കമെൻഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ മാർക്കറ്റ് വീഡിയോസ്, അതായത് 1 വീക്കില് പോസിറ്റീവ് ന്യൂസ് എന്തൊക്കെയായിരുന്നു, നെഗറ്റീവ് ന്യൂസ്, പിന്നെ നെക്സ്റ്റ് വീക്കില് പ്രധാനപ്പെട്ട ഇവന്റുകൾ, സ്വിംഗ് ട്രേഡിംഗ്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിലേക്ക് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.